ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പാൽപ്പൊട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. പാൽപ്പൊട്ട് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് സമയം മാത്രമേ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതാദ്യം തന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. ഒരു കപ്പ് നിറയെ പുട്ടുപൊടി കൊണ്ട് നമുക്ക് ഒരു 3 കുറ്റിയോളം പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് മെയിൻ ടേസ്റ്റ് ആയിട്ടുള്ള പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പുട്ടുപൊടി നനച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ വേണമെങ്കിലും നനച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് 1 കപ്പ് വെള്ളം കറക്റ്റായിട്ടുള്ള അളവായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് പാലും 3/4 കപ്പ് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് പുട്ടുപൊടി റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ പുട്ടുപൊടി കുറച്ച് സമയം കഴിയുമ്പോൾ കറക്റ്റായിട്ടൊന്ന് കുതിർന്ന് വരാം. ആ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും അതിലേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വലിയ സൈസിലുള്ള 2 ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇനി അത് നമുക്ക് ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ക്യാരറ്റിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിപ്പോൾ 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നല്ല ക്രീം പരുവത്തിലായി വരും കേട്ടോ. ആ ടൈം വരുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ക്യാരറ്റൊക്കെ കഴിക്കുകയാണെങ്കിലും അരിപ്പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർ കഴിക്കും, ഷുവറാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ക്യാരറ്റൊക്കെ വെന്തിട്ടുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരകി എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ച് അറിയാമല്ലോ എത്രത്തോളം തേങ്ങ വേണമെന്നുള്ളത്, അതിനനുസരിച്ച് എടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ തേങ്ങയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ സെറ്റാക്കി വന്നപ്പോഴേക്കും കണ്ടല്ലോ, നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നമുക്ക് കട്ടയില്ലാതെ ഇത് ഉടച്ചെടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി അവിടെ മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ലെയർ ചെയ്തെടുക്കുമ്പോൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റിയിൽ ചില്ലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഐറ്റംസും ലെയർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ തേങ്ങയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ടീസ്പൂണോളം തേങ്ങാ മിക്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണോളം ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നനച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ലെയർ ചെയ്തിട്ടെടുക്കാം. സാധാരണ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ എത്ര പീസായിട്ടാണോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ ലെയർ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും കേട്ടോ. അപ്പോൾ അധികം വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ റെഡിയാവും. നന്നായിട്ട് തന്നെ ആവി വന്ന് കഴിഞ്ഞാൽ 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരിക. ആ ഒരു പാലിൻ്റെയും പാൽപ്പൊടിയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുത്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇതിലേക്ക് കൂട്ടി വേറെ കഴിക്കാനായിട്ട് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിതുപോലെ ചൂടോട് കൂടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ ഒരു നെയ്യിൻ്റെയും ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ തേങ്ങയും പഞ്ചസാരയൊക്കെ മിക്സായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടും കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് തന്നെയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.